ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓഫർ ലെറ്ററിനെ കുറിച്ചും അപ്പോയിൻമെൻറ്റ് ലെറ്ററിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് PSCയുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും അഡ്വൈസ് ലെറ്ററിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജോയിൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. പലർക്കും അതിനെക്കുറിച്ച് കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കാണും. കാരണം നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഈ രേഖകളൊക്കെ ആയിട്ട് നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത്, ഞാൻ DHS സ്റ്റാഫ് നഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള എല്ലാ രേഖകളും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഒറിജിനലായിട്ടുള്ള എല്ലാ രേഖകളും വേണം. അതേപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിലെ എല്ലാ ഒറിജിനൽസും വേണം. നമ്മൾ എന്തെങ്കിലും ഒരു സംവരണത്തിൽ കിട്ടിയതാണ് എന്നുണ്ടെങ്കിൽ, അപ്പോയിൻമെൻറ്റ് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അത് വാലിഡായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ഒരു ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ വാലിഡായിട്ടുള്ളത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇതെല്ലാം കൊണ്ട് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ DHS സ്റ്റാഫ് നഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ചെല്ലേണ്ടത് DMO ഓഫീസിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് ഇടുക്കി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഇടുക്കി DMO ഓഫീസിലാണ് ഞാൻ ചെല്ലേണ്ടത്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ അതിന് അവിടെ പോകുന്നതിന് മുന്നേ നമ്മളുടെ കൈവശം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും ഒരു സിവിൽ സർജൻ അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സിവിൽ സർജൻ റാങ്കിലുള്ള ഏതെങ്കിലും ഒരാൾ, ഡോക്ടേഴ്സ് ഇത് ചെയ്ത സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അത്. ആ സർട്ടിഫിക്കറ്റും നമ്മുടെ എല്ലാ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൊണ്ട് നമ്മൾ ചെല്ലേണ്ടത്, ആദ്യമായിട്ട് ചെല്ലേണ്ടത് നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് കിട്ടിയത് അവിടെയല്ല നമ്മൾ ആദ്യം ചെല്ലേണ്ടത്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലെ ഹോസ്പിറ്റലിലാണ് കിട്ടിയത് അതനുസരിച്ച് നമ്മൾ ഡിസ്ട്രിക്റ്റ് DMOയുടെ ഓഫീസിലാണ് ആദ്യം ചെല്ലേണ്ടത്. അപ്പം എനിക്ക് കിട്ടിയത് നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ ആദ്യമേ ചെല്ലേണ്ടത്, ആദ്യം ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. അതുകൂടാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഒറിജിനൽ വേണം. കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇതെല്ലാം ആയിട്ട് ഞാൻ ആദ്യമേ പോയത് ഇടുക്കി DMO ഓഫീസിലാണ്. ഇടുക്കി DMO ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ലെറ്റർ അവർക്ക് എഴുതി നമ്മുടെ ഇതിൽ എഴുതി നമ്മൾ കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രകാരം ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ നമ്പർ എഴുതുക. ഇന്ന ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെൻറ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ നെടുങ്കണ്ടം, എനിക്ക് ജോലിക്കായി അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുന്നു. ഇന്ന ദിവസം, നമ്മൾ പോകുന്ന അന്നത്തെ ദിവസം രാവിലെ തന്നെ എനിക്കവിടെ ജോയിൻ ചെയ്യുന്നതിന് ഉള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞൊരു ലെറ്റർ നമ്മൾ ടു DMO ഓഫീസ് ഇടുക്കി നമ്മൾ കൊടുക്കണം. DMO ഓഫീസർ ഇടുക്കി കൊടുക്കണം. അതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എഴുതിയ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിക്കാം. ഫ്രം അഡ്രസ്സ് എൻ്റെ അഡ്രസ്സ് എഴുതുക. ടു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസർ, ഏത് ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾക്ക് ജോലി കിട്ടിയത് ആ ഡിസ്ട്രിക്റ്റ്. എൻ്റേത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടുക്കിയായിരുന്നു. അങ്ങനെ ഞാൻ ഇടുക്കി വെച്ചു. റെസ്പെക്റ്റ് സാർ, ഇന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ, അതായത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്. ഇന്ന ഡേറ്റിൽ കിട്ടിയ ഇന്ന നമ്പറുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രകാരം എനിക്ക് ഇന്ന ഗവൺമെൻറ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അതിന് എനിക്ക് മോർണിംഗ് തന്നെ ജോയിൻ ചെയ്യുന്നതിനുള്ള FM എന്നാണ് മോർണിംഗ് വരുന്നത്. FM ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് അനുമതി തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുള്ളൊരു ലെറ്റർ ഞാൻ എഴുതി. ഈ ലെറ്റർ നമ്മൾ ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ഓഫീസർ ഇടുക്കി അവിടെ കൊടുത്തതിന് ശേഷം അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ലെറ്റർ അവർ കൈപ്പറ്റി. അതിന് ശേഷം അവർ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്തു ഒറിജിനൽസ് ആണോ എന്നുള്ളത്. അതുകൂടാതെ അവർ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഇതിന് മുന്നേ DMO ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഞാൻ പോയത്
നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്നിട്ട് ഞാനൊരു സിവിൽ സർജൻ്റെ ആണ് എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തന്നത്. ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡിയായി. ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് ഡോക്ടറിനെയാണോ കാണിക്കുന്നത് അതിന് മുന്നേ അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ നമ്മളിത് ഫില്ല് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാറ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇത് കൊടുക്കുന്നതായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതിനകത്ത് പറയുന്നത് ഐ ഡു ഹിയർ ബൈ സർട്ടിഫൈ ദാറ്റ് ഐ ഹാവ് എക്സാമിൻഡ് ശ്രീ ഓർ ശ്രീമതി, പേരെഴുതുക, നമ്മുടെ അഡ്രസ്സ് എഴുതുക, നമുക്ക് കാൻഡിഡേറ്റ് ഫോർ ദ എംപ്ലോയ്മെൻറ്റ് ഇൻ ഏതാണ് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് cannot discover that he or she has any disease or bodily or constitutional affection except അത് ബാക്കിയുള്ളത് ഡോക്ടർ പൂരിപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ പോസ്റ്റ് ഏതാണോ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 അതെഴുതുക, നമ്മുടെ ഏജ് എത്രയാണോ അതെഴുതുക. പിന്നെ ഇതിനകത്ത് അവരെ വിഷനും അതുമെല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് അവരെഴുതും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഹൈറ്റ് ആൻഡ് വെയിറ്റ് അവരവിടെ നോക്കും, എന്നിട്ട് അവരത് അപ്ഡേറ്റ് ചെയ്ത് എഴുതിക്കോളും. പിന്നെ അന്നത്തെ ഡേറ്റ്, അവരുടെ സൂപ്രണ്ടിൻ്റെ സൈന്, സീല് എല്ലാം വെച്ചിട്ട് നമുക്ക് തരും. ഇത് നമ്മൾ DMO ഓഫീസിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നതിൻ്റെ കൂടെ ഈ ലെറ്ററിൻ്റെ കൂടെ നമ്മൾ അതും കൂടെ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ DMO ഓഫീസർ, മെഡിക്കൽ ഓഫീസർ നമ്മുടെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ലെറ്റർ തരും. ഇതാണ് ആ ലെറ്റർ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം കാര്യാലയം, അവരുടെ അഡ്രസ്സ്, പിന്നെ എഴുതിയിരിക്കുന്നത് പ്രേക്ഷകൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇടുക്കി എന്നാണ്. സ്വീകർത്താവ് നമ്മുടെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട്, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ നെടുങ്കണ്ടം. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് സാർ വിഷയം എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 നിയമനം ലഭിച്ച ഉദ്യോഗാർത്ഥിയെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്തരവ് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഓർഡറിൻ്റെ നമ്പറാണ് ഇതിനകത്ത് എഴുതുന്നത്. മേൽ സൂചന ഉത്തരപ്രകാരം സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ നിയമനം ലഭിച്ച എൻ്റെ പേര്, അഡ്രസ്സ് എന്ന വ്യക്തി ഇന്ന ദിവസം FN എന്ന് പറഞ്ഞാൽ മോർണിംഗ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോർണിംഗ് തന്നെ നമ്മൾ ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. FN ജോലിയിൽ പ്രവേശിക്കുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഹാജരാക്കിയ പ്രസ്തുത വ്യക്തിയുടെ സർട്ടിഫിക്കറ്റുകൾ, രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാൽ ആളെ ഇന്ന ദിവസം FN പ്രാബല്യത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ട് മുൻപാകെ ജോലിയിൽ പ്രവേശിക്കുവാൻ അനുമതി നൽകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ നമ്മുടെ മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ ലെറ്റർ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ എഴുതിയിട്ടുണ്ട്, ആൾ നിയമനം ലഭിച്ച സ്ഥാപനത്തിൽ ഇന്നേ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ DMO ഓഫീസ് തുറക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളവിടെ എത്താനായിട്ട് ശ്രമിക്കണം. ജോയിൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മളിപ്പം DMO ഓഫീസിൽ നിന്ന് ഈ ലെറ്റർ കൈപ്പറ്റുന്ന അന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ നേരത്തെ തന്നെ ഹാജരാക്കി വെക്കണം. ഈ ഒരു ലെറ്ററും പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാ ഒറിജിനൽസും കോപ്പിയും ഒക്കെ ആയിട്ട് വേണം നമുക്ക് ഏത് ഹോസ്പിറ്റലിലാണോ കിട്ടിയത് അവിടെ നമ്മൾ പോകേണ്ടത്. അതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്തും നമ്മൾ DMO ഓഫീസിൽ കൊടുത്ത പോലെ തന്നെ ഒരു ലെറ്റർ നമ്മൾ അവിടെയും കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ പേരെഴുതി ടു ദ മെഡിക്കൽ സൂപ്രണ്ടൻ്റ് ഇന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രകാരം എനിക്ക് DMO ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചിരിക്കുന്നു, എനിക്ക് FN ബേസിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് അനുമതി നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടെ നമ്മൾ കൊടുക്കണം. കൂടാതെ നമ്മളിപ്പോൾ DMO ഓഫീസിൽ നിന്ന് ലെറ്റർ കിട്ടി, നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അനുമതി കിട്ടി, അതിൻ്റെ ലെറ്ററും കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു സർവീസ് ബുക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ കൊണ്ടുചെല്ലാൻ പറഞ്ഞിരുന്നു. പിന്നെ ചിലവരോട് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് ശേഷം പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുവന്ന് തന്നാൽ മതിയെന്ന് പറയും. എന്നാലും ഞാൻ പോയ സമയത്ത് ഞാൻ സർവീസ് ബുക്കും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്നിട്ട് അവർ ഫോട്ടോ
ചോദിച്ചു. ആ ഫോട്ടോ അതിലൊട്ടിച്ച് അവർ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തോളും. പിന്നെ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഈ സർട്ടിഫിക്കറ്റും ഈ ഒരു ലെറ്ററും ഹാജരാക്കി കഴിയുമ്പോഴേക്കും അവർ നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് അനുവദിക്കും. അപ്പം നമ്മൾ ആ സർവീസ് ബുക്കിൽ നമ്മൾ നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നമ്മൾ സൈൻ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യും. അതിന് മുന്നേ നമ്മൾ കുറേ പേപ്പേഴ്സ് അവർ തരും ഫില്ല് ചെയ്യാനായിട്ട്. നമ്മുടെ സ്പാർക്കിൻ്റെ ഫോം തരും, അതേപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഫോം തരും. അങ്ങനെ കുറേ ഫോമുകൾ ഹോസ്പിറ്റൽ വക കുറേ ഫോമുകളുണ്ട്. അപ്പം ഇത് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഫോമാണ്. ഇത് ഞാൻ പൂരിപ്പിച്ചപ്പോൾ കുറച്ച് തെറ്റ് വന്നതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ട് പുതിയതെടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഫോമാണ്. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അച്ഛൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത്, നമ്മൾ എന്നാണോ ജോയിൻ ചെയ്യുന്ന ആ ഡേറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡിപ്പെൻഡൻസ് ആരൊക്കെയാണ്, പിന്നെ നമ്മുടെ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ ജോലി എന്നുള്ളത്, ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഫില്ല് ചെയ്ത്, അതുകൂടാതെ സ്പാർക്കിൻ്റെ ഒരു ഫോമുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫോമുകൾ അവരവിടെ തരും. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ സൈൻ ചെയ്യുന്നത്. ഇത്രയും ആകുമ്പോൾ നമ്മുടെ അഡ്മിഷൻ്റെ, നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി കഴിയും. അപ്പോൾ അവർ പറയും ഇന്ന ദിവസം തൊട്ട് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ജോലിയായിരിക്കും. അതിനുശേഷം അവർ ഡ്യൂട്ടി ഷെഡ്യൂളിട്ട് നമുക്ക് ജോലിയുടെ കാര്യങ്ങളെല്ലാം അവർ അന്ന് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇത്രയാണ് കേരള PSCയിൽ നമുക്ക് ഇതിന് വേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും പോലീസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഇത് കാര്യം നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോം കൂടി അവരവിടെ ചെല്ലുമ്പോഴേക്കും, നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ ജോലി ചെയ്യുന്നത് അവരുടെ സൂപ്രണ്ട് മുന്നാകെ നമ്മൾ ആ ഫോം ഫുള്ള് ഫില്ല് ചെയ്തിട്ട്, എന്തെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും ക്രിമിനൽ ഇതുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം അത് അവരെ ഏൽപ്പിക്കും. ആ ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ പിന്നെ അത് അവർ വെരിഫിക്കേഷന് വേണ്ടി വിടുന്നത്. ആഫ്റ്റർ ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് അതിന് എടുക്കും. കാരണം അവിടെ അത് പോയി എല്ലാ ജില്ലകളുടെയും നമ്മുടെ എന്തെങ്കിലും ഒരു ക്രിമിനൽ ഇതോ എന്തെങ്കിലും ഇതുണ്ടോയെന്ന് എല്ലാ ജില്ലകളുടെയും വിജിലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക്, നമ്മൾ ജോയിൻ ചെയ്ത ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ അവരയച്ചു കൊടുക്കും. അങ്ങനെ ആണ് അത് ക്ലിയർ ആകുന്നത്. പക്ഷേ നമ്മൾക്ക് അതിന് മുന്നേ തന്നെ ജോലിയിൽ പ്രവേശിച്ച് നമുക്ക് ജോലിക്ക് കയറാവുന്നതാണ്. ഇത്രയാണ് അപ്പോൾ ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിലായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.